കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടുക്കളത്തോട്ടം സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന എല്ലാവർക്കും നട്ടുവളർത്താവുന്ന ഒരു പച്ചക്കറി വിളയാണ് വഴുതന. നാടൻ ഇനങ്ങളും മറുനാടൻ ഇനങ്ങളും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഒരിക്കലും പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ 2-3 വർഷം വരെയൊക്കെ വിളവെടുക്കാം എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിൽ കൂടുതൽ വരുന്ന വഴുതന അടുത്ത ജൈവ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന സ്റ്റോളുകൾ വഴി നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് വരുമാനം നേടാനും ഈസി ആയിട്ട് കഴിയും. നന്നായി വളരുന്ന ഒരു വഴുതനയിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതിലും കൂടുതലായിട്ടുള്ള കായ്കൾ ഉണ്ടാകും. ചില സ്ഥലങ്ങളിൽ വഴുതന എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കത്തിരി എന്നൊക്കെ പറയാറുണ്ട്. ഇത് സാധാരണ വിത്തുപാകിയാണ് നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത്. നല്ല മൂത്ത കായിലെ വിത്ത് വേണം നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. മൂത്തുപഴുത്ത കായിലെ വിത്ത് ഉണക്കി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. ഏത് കാലാവസ്ഥയിലും നമുക്ക് വഴുതന കൃഷി ചെയ്യാമെങ്കിലും ഏറ്റവും അനുയോജ്യമായ സമയം മഴയുടെ തുടക്കത്തിൽ, അതായത് മെയ് ജൂൺ മാസങ്ങളിലാണ്. ഇപ്പം നല്ല പറ്റിയ സമയമാണ് വഴുതന കൃഷി ചെയ്യാനായിട്ട്. വിത്തുകൾ നടുന്നതിന് അല്പനേരം മുൻപ് നമ്മൾ വിത്തുകൾ ഒരു വെള്ള തുണിയിൽ കെട്ടി 20% വീര്യമുള്ള സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വയ്ക്കുക. ഇതിന് ശേഷം നടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കിളിർത്ത് വരാനായിട്ട് സഹായിക്കും. വിത്ത് പാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി താഴ്ത്തിയൊന്നും പാകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മണ്ണിൻ്റെ മുകളിൽ വിത്തിട്ട ശേഷം കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒത്തിരി താഴ്ത്തിയൊന്നും പാകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നനച്ചു കൊടുക്കുമ്പോഴും കൈ ഉപയോഗിച്ച് തളിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. വിത്തുപാകി മുളച്ചു വരുമ്പോൾ അതിൽ നിന്ന് ആരോഗ്യമുള്ള തൈകൾ മാത്രം പറിച്ചു നടാനായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് 10 തൈകളാണ് നമ്മുടെ വീട്ടിൽ നടാനായിട്ട് ആവശ്യമെങ്കിൽ ഒരു 20 വിത്തുകളെങ്കിലും വിതയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള 10 നല്ല ആരോഗ്യത്തോടെ വളരുന്ന തൈകൾ പറിച്ചു നടാനായിട്ട് സാധിക്കും. നമുക്കൊരു 4 ഇല പാകമാകുമ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് ആരോഗ്യത്തോടെ വളരുന്ന തൈകൾ നമുക്ക് പറിച്ചു നടാം. ഇത് വേര് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് വേണം പറിച്ചെടുക്കാനായിട്ട്. ഉണക്കിപ്പൊടിച്ച ചാണകമോ ജൈവവളങ്ങളോ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വേണം വഴുതന നടാനായിട്ട്. ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ നടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെറസിലൊക്കെ നടുന്നവർക്ക് ഗ്രോ ബാഗിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്രോ ബാഗിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം നമ്മൾ നടിയിൽ മിശ്രിതം നിറയ്ക്കുക. ടൗണിലൊക്കെ താമസിക്കുന്നവർക്കും ഉള്ള സൗകര്യത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് വഴുതന. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കായ്കൾ കിട്ടും. ഇനി വഴുതന നിറയെ കായ്കൾ ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. നമ്മുടെ വീട്ടിലെ വഴുതന കായ്ക്കുന്നില്ലെങ്കിൽ ചെടി നിൽക്കുന്ന സ്ഥലത്ത്, നമുക്ക് ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ വെയിൽ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. വെയിൽ കിട്ടാത്ത സ്ഥലത്താണ് വഴുതന വെച്ചിരിക്കുന്നതെങ്കിൽ അത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. മുരടിച്ച് നിൽക്കുന്ന ചെടികൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നട്ട വഴുതന നമ്മുടെ വീട്ടിൽ ഇത്തിരി മുരടിച്ചൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് അതിലെ ശിഖരങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്യുക. അതിനുശേഷം ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുക. ജൈവവളമായിട്ട് നമുക്ക് ഉണക്കിപ്പൊടിച്ച ചാണകം, ആട്ടിൻ കാഷ്ടം, മണ്ണിര കമ്പോസ്റ്റ്, ചകിരി കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ഇവയിൽ ഏതെങ്കിലും തടത്തിലിട്ട് മണ്ണ് കൂട്ടി കൊടുക്കുക. ഈ രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും നന്നായിട്ട് കായ്കളുണ്ടാകും. 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ചാണകവും ഒരൽപ്പം ചാരവും ഒക്കെ ഓരോ ചെടിക്കും കൊടുക്കാവുന്നതാണ്. ചില ഇനം വഴുതനയുടെ തണ്ടിനത്ര ബലം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഒരു കൊമ്പ് നാട്ടി കൊടുക്കുക, അല്ലെങ്കിൽ മറിഞ്ഞു വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. മറ്റേത് കൃഷിയിൽ എന്ന പോലെ കീടശല്യം വഴുതനയിലും ഉണ്ടാകാറുണ്ട്. ഏറ്റവും പ്രധാനം നമ്മൾ കീടങ്ങളെ യഥാസമയം കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ളതാണ്. പുഴുശല്യം മൂലം തണ്ട് വാടിപ്പോകാറുണ്ട്. യഥാസമയം നമ്മൾ പുഴുക്കളെ നീക്കം ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് അകറ്റാൻ സാധിക്കും. അതിരാവിലെ കുറച്ച് സമയം നമ്മൾ തോട്ടത്തിൽ ചിലവഴിച്ചാൽ ഇത്തരം പ്രാണികളെയും കീടങ്ങളെയും പുഴുക്കളെയൊക്കെ നമുക്ക് യഥാസമയം നീക്കം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇലകളും കായ്കളും ഒക്കെ പുഴുക്കൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ തോട്ടത്തിൽ നിന്ന് ദൂരേക്ക് നീക്കേണ്ടതാണ്. വെളുത്തുള്ളി മിശ്രിതം
വെളുത്തുള്ളി ബാർ സോപ്പ് മിശ്രിതം, ആവണക്കെണ്ണ, വേപ്പെണ്ണ എന്നിവയൊക്കെ നമുക്ക് നേർപ്പിച്ച് കീടശല്യം ഒഴിവാക്കാനായിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇവയൊക്കെ തന്നെയും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കൃഷിത്തോട്ടങ്ങൾ ഉപയോഗിക്കാവുന്ന നല്ല ജൈവ കീടനാശിനികളാണ്. മഴയില്ലാത്ത സമയത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം. അതും വെള്ളം ഇലകളിലൊക്കെ ഒന്ന് വീഴത്തക്ക വിധത്തിൽ നനയ്ക്കുക. വഴുതന കായ്കൾ കൂടുതൽ മൂത്തു പോകുന്നതിന് മുമ്പ് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ ആരെങ്കിലും ഇനി വഴുതന കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങളും അറിവുകളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.